സപ്ലൈകോ മാനദണ്ഡമനുസരിച്ച് നെല്ലിൽ 17% വരെ ജലാംശം ഉണ്ടാവാൻ പാടുള്ളൂ. കൂടാതെ പതിരും കേടുവന്ന നെല്ലും 3%-ൽ താഴെയുമായിരിക്കുകയും വേണം. സമുദ്രനിരപ്പിൽ താഴെയുള്ള കുട്ടനാട്ടിൽ പൊതുവെ നെല്ലിൽ ജലാംശം കൂടുതലായിരിക്കും. തുലാമഴ കൂടി എത്തിയതോടെ മിക്ക പാടശേഖരങ്ങളിലും നെല്ല് കിളിർത്തു തുടങ്ങി. ജലാംശം കുറവുള്ള നെല്ല് വാഗ്ദാനം ചെയ്യുന്ന പാടശേഖരങ്ങളിൽ നിന്നും മാത്രമാണ് ഇപ്പോൾ സംഭരണം നടക്കുന്നത്. മുൻവർഷങ്ങളിൽ ജലാംശം കൂടുതലുള്ള നെല്ല് സംഭരിക്കുമ്പോൾ നിശ്ചിത ശതമാനം നെല്ല് അധികം നൽകിയാണ് സംഭരണം നടന്നിരുന്നത്. എന്നാൽ ഇത്തവണ സപ്ലൈകോയുടെ കടുംപിടുത്തം കർഷകർക്ക് തിരിച്ചടിയായി. നമുക്ക് സംഭരണശാലകളില്ല. നമുക്ക് ഈ നെല്ല് കൊയ്തിടുന്നത് ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരും എല്ലാം നെല്ല് കൊണ്ടിടുന്നത് പല സ്വകാര്യ ആൾക്കാരുടെ സ്ഥലത്താണ്. ഈ പറയുന്നത് പ്രാക്ടിക്കലല്ല. ഇത് 17% കൊടുത്താലേ നെല്ലെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. സംഭരണം മുടങ്ങിയ പാടശേഖരങ്ങളിൽ നെല്ല് കൂട്ടിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയ നിലയിലാണ്. നെല്ല് സൂക്ഷിക്കുന്നതിന് സ്ഥിരം സംവിധാനം ഇല്ലാത്തതാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധി. നെല്ല് സംഭരണം സുഗമമാക്കുന്നതിന് സർക്കാർ ഇടപെടൽ ഉടൻ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. മീഡിയ 1 ആലപ്പുഴ.